മുസ്ലിം കുട്ടിയാണ്, നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യണ്ട. ഹൈന്ദവ സഹോദരന്മാരുടെ വീടുകൾ പോയി പറയുക, നിങ്ങൾ ഈ പേരാമ്പ്രയുടെ മതേതരത്വത്തെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ പറയുന്ന വർഗീയതക്ക് അനുകൂലമായി നിൽക്കാൻ പേരാമ്പ്രയിലെ ജനങ്ങൾ തയ്യാറാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോയോ? നിങ്ങൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോ പ്രിയപ്പെട്ട ഇടതുപക്ഷക്കാരാ, നിന്റെ ചുവപ്പ് കാവ്യാകുമ്പോ അഭിമാനത്തോടെ പേരാമ്പ്രക്കാരൻ പറയും, ആ ചുവപ്പ് കൂടി പേരാമ്പ്രയുടെ മണ്ണിന് അന്യമാണെന്ന് പറയാൻ ഇനി കേവലം 8 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ നിങ്ങളുടെ പ്രചരണം നിങ്ങൾ മറന്നുപോയോ? എന്തേ നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തത്? വടകരയിലേക്ക് ഷാഫി വന്നപ്പോ അവിടെ ഓണം ചൊല്ലിച്ചപ്പോ നിങ്ങൾ പുതിയൊരു ബെഞ്ച് കൊണ്ടുപോയി വന്നത് മറന്നുപോയ നിങ്ങൾ? റിബേഷ് എന്ന് പറയുന്ന വടകര ഡിവൈഎഫ്ഐയുടെ നേതാവിനെ കുറിച്ച് മറന്നുപോയാ? ഞാൻ പറയട്ടെ, നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്റെ പേരിലേക്ക് കെട്ടിവെക്കാൻ ശ്രമം നടത്തിയപ്പോ അഭിമാനത്തോടെ ഐക്യ ജനാധിപത്യത്തോട് പറഞ്ഞില്ലേ അവിടെ ഇത്തരം പ്രവണതകൾ ഞങ്ങളെ ഭാഗത്തുണ്ടാവില്ല, ഞങ്ങൾ ഈ രാജ്യത്ത് ശാന്തി ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഐക്യ ജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉൾക്കൊള്ളുന്ന ആ മുന്നണി ഈ നാടിന് സമ്മാനിക്കുന്നത് സമത്വ സുന്ദരമായ കേരളത്തെ കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് നിങ്ങൾ സമ്മാനിക്കാൻ പോകുന്നത്. എവിടെ പോയടോ നിന്റെ രാഷ്ട്രീയ മാന്യത? എവിടെയാണ് നിന്റെ രാഷ്ട്രീയ മാന്യത? എന്റെ സംസാരം ശ്രമിക്കുന്ന ഇടതുപക്ഷക്കാരനുണ്ടെങ്കിൽ വർഗീയത തുളയട്ടെ എന്ന് ക്യാമ്പസുകളിൽ എഴുതി വെക്കാൻ വേണ്ടി മാത്രമുള്ള ക്യാപ്ഷൻസ് മാത്രമല്ല, നിന്റെ മനസ്സിലേക്ക് അത് കടന്നു വരണം. നീ പറയണ്ടേ വർഗീയതക്കെതിരെ? നീ പറയാറുണ്ടല്ലോ, ന്യൂനപക്ഷ വർഗീയതയെ പ്രണയിക്കുന്നവർ കോൺഗ്രസ് എന്ന് നിങ്ങൾ പറയാറുണ്ട്, ഭൂരിപക്ഷ വർഗീയതയെ സ്നേഹിക്കുന്നവർ കോൺഗ്രസ് എന്ന് നീ പറഞ്ഞ് ഇന്ത്യയുടെ നാഗമാനം കോൺഗ്രസിനെ നിഷ്കാസനം ചെയ്യാൻ നിന്റെ വർത്തമാനങ്ങൾ വരാറുണ്ട്. എന്തേ അവിടങ്ങളിൽ നിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ, നിന്റെ ഇടതുപക്ഷത്തിലെ ചില ആളുകൾ പേരാമ്പ്രയിലുടനീളം ഇങ്ങനെ പച്ചവർഗീയത പറയുമ്പോ അതിനെ പ്രതിരോധിക്കാൻ നീ മുന്നോട്ട് വരുന്നില്ല? ചുമരുകളിൽ എഴുതി വെക്കേണ്ട മുദ്രാവാക്യമല്ല ഞാൻ ഈ പറഞ്ഞ വർഗീയത തുളയട്ടെ എന്ന്. മനസ്സിലേക്ക് കടന്നു വരണം. മനുഷ്യനോട് നമ്മൾ സംവദിക്കുമ്പോ നമ്മൾ പറയണം, നമ്മുടെ നാടിൽ വർഗീയത പാടില്ല, അത് ഈ സമൂഹത്തെ വിഘടിപ്പിക്കുമെന്ന് കാര്യത്തിൽ നമുക്ക് തർക്കമില്ല, അതിനനുകൂലമായി നിലപാടെടുക്കണമെന്ന് പറയണം. ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാനാർത്ഥി, നിങ്ങൾ അവരുടെ ബാക്ക് ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കണം. അവർ കടന്നുപോയത് വിവിധ പ്രദേശങ്ങളിലേക്കാണ്. അവർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നപ്പോ അവരെ ലോകത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അവർ ക്ഷണിക്കുന്നു സംവാദങ്ങൾക്ക്. അത് അവരുടെ കഴിവ് കൊണ്ടാണ്. നിനക്ക് കഴിവില്ല എന്ന് കരുതി കഴിവുള്ളവരെ ഇകയത്തുന്ന പരിപാടിയുണ്ടല്ലോ, അങ്ങോട്ട് നിർത്തിയേക്കണം. നീ പേരാമ്പ്രയെ കുറിച്ച് നിനക്കറിയില്ല, പേരാമ്പ്രയുടെ ചരിത്ര പാരമ്പര്യം അറിയില്ല. ഇന്നലെ വരെ നിന്റെ കൂടുന്ന തൊഴിലാളി സമൂഹം അവർക്ക് നിന്നിൽ പ്രതീക്ഷിച്ചത് വർഗീയതയായിരുന്നില്ല, നീ ചേർത്ത് പിടിക്കുന്ന മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തെ കുറിച്ചാണ് അവൻ സ്വപ്നം കാണുന്നത്. ലോകത്തെവിടെ വർഗീയ കലാപം ഉണ്ടായാലും പേരാമ്പ്രയിൽ ഒന്നുണ്ടാകില്ല എന്ന് ഞങ്ങൾ പറയുമ്പോ നിങ്ങളൊക്കെ പറയാറുണ്ട് അത് CPM-കാരൻ ഇവിടെയുള്ളത് കൊണ്ടാണെന്ന്. ഏതാണ് ഈ CPM എന്ന്? എവിടേക്കാണ് നിങ്ങളെ മാറ്റം? നിങ്ങൾ അങ്ങനെ മാറി മാറി പോയപ്പോ പയ്യന്നൂരിലും തളിപ്പറമ്പിലും മാത്രമല്ല പേരാമ്പ്രയിലും നിങ്ങളിൽ ആളുകൾ കൊടിഞ്ഞു പോകാൻ തുടങ്ങിയില്ലേ? ഇതൊരു പ്രതിഭാസം മാത്രമല്ല, വലിയൊരു ഭൂകമ്പമായി വരാനിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ 35 വർഷത്തെ ഭരണം വേണ്ടി വന്നു അവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലാതായി പോകാൻ. എന്നാൽ പേരാമ്പ്രയിലും കേരളത്തിലും 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നത് നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിലേക്ക്, നമ്മൾ അനിസ്പ്രയുടെ പരസ്യം പോലെ ആകുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങളത് മറന്നു പോകരുത്. വളരെ പ്രയാസത്തോടെ ഞാൻ പറയട്ടെ, ഞാൻ അനൗൺസ്മെന്റ് കേട്ടപ്പോ വലിയ പ്രയാസം തോന്നി. വീടുകളിൽ നിങ്ങൾ പറയുന്നുണ്ട്, വീടുകളിൽ നിങ്ങൾ പറയാ, ക്രിസ്ത്യൻ വീടുകളിൽ പറ്റി പറയും അവള് മുസ്ലിമാണ്, തട്ടമൊട്ടിട്ടുണ്ട്, അവർക്ക് വോട്ട് ചെയ്യരുത്, പകരം ഇങ്ങോട്ട് വോട്ട് ചെയ്യണം. എന്തിനാടോ? ഒരു നിയമസഭാ മണ്ഡലം മതിയാ? നിന്നെയൊക്കെ വിലയിരുത്തില്ല. നീ ആ വീട്ടിൽ പോകുമ്പോ നീ എന്താ മനസ്സിലാക്കിയത്? നീ അവിടങ്ങളിൽ പോയി എന്റെ ക്രിസ്തീയ സഹോദരങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവർ പറയില്ലേ മുസ്ലിമും ക്രിസ്ത്യനും ഹിന്ദുവും ഒക്കെ ഈ നാടിന്റെ മക്കളാണെന്ന് അവർ പറയില്ലേ? നിങ്ങൾ പറയാറില്ലേ മതമല്ല എരിയുന്ന വയറാണ് പ്രശ്നമെന്ന് പറയുന്നവനെന്ന്? അങ്ങനെ പറഞ്ഞവൻ അത് മാറ്റിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് മാത്രമല്ല, പേരാമ്പ്രയിൽ മാത്രമല്ല കേരളത്തിലുടനീളം നിങ്ങൾ ഇങ്ങനെ പ്രചരണം നടത്തുമ്പോൾ സങ്കടത്തോടെ പറയട്ടെ, നഷ്ടമായി പോകുന്നത് നമ്മുടെ മതേതരത്വ ഭൂമികയാണ്. നമ്മൾ ഈ BJP നമ്മൾ എന്തിനാ കുറ്റം പറയുന്നത്? എന്തിനാ പറയുന്നത്? നരേന്ദ്രമോദിയെ, യോഗി ആദിത്യനാഥിനെയൊക്കെ നമ്മളിങ്ങനെ കുറ്റം പറയുന്നതിന്റെ കാരണം എന്താ? അവർ മനുഷ്യരല്ലാത്തത് കൊണ്ടല്ല, അവർ മനുഷ്യത്വരഹിതമായ പ്രസ്താവനകൾ നടത്തുന്നു, മനുഷ്യനെ തമ്മിൽ വിഘടിപ്പിക്കുന്നു. ആ കാരണം കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ BJP-യെ RSS-നെ കുറ്റം പറയുന്നത്.
അവർ നാട്ടിൽ വരാൻ പാടില്ല എന്ന് പറയുന്നത്, കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന നേതൃത്വം UDF മുന്നണി അങ്ങനെ പറയുന്നത് ആ കാരണം കൊണ്ട് തന്നെയാണ്. പച്ചവർഗീയത പറയുമ്പോ അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യതയാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലാകമാനം പറയുന്നതാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി വന്നില്ലേ കേരളത്തിൽ? രാഹുൽ ഗാന്ധി വന്നപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ ഒരുപക്ഷെ വർഗീയവാദികളെ